കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് കോക്ക്. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ 2 ഉണ്ണി വ്ളോഗ്. എന്നെ മാത്രമല്ല നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടമെന്ന് പറയുന്നത്, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 lakhs. എന്താ പ്ലാനിങ്? അപ്പോൾ ഈ 25 lakhsൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, ഇപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. ഇതിപ്പോ 10, 9, 8, 7, 7 മോളിന്ന് താഴോട്ടല്ലേ കണക്ക്? എന്തൊരു ദീർഘവീക്ഷണം. അപ്പോൾ ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അപ്പോൾ ഇതിന് ഞാൻ സൈബറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിലൊരു ശരിയാവണ്ണം അവർക്ക് കേസെടുക്കാനുള്ളൊരു റൈറ്റ് അതിലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ശരിയാണ്, ഇതിൽ എനിക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം എനിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് CM-ന് പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞ? പിന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കോർട്ട് ഫീസ് അടച്ചും കൊണ്ട് സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. കാരണം ഇനി ഒരാളിനും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാര്യം ഇപ്പോൾ 4.5 കോടി രൂപ മുടക്കിയതിന് ശേഷം എനിക്ക് ഈ കോർട്ട് ഫീസ് കൂടെ അടച്ച് ഈ സിനിമ വൈൻഡപ്പ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.